السلام عليكم ورحمة الله وبركاته. الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض وإدت للمتقين. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ദീർഘായുസ്സോടുകൂടി ജീവിക്കുകയും കിട്ടിയ ദീർഘായുസ്സും ആരോഗ്യവും അവസാന നിമിഷം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, നമ്മളെ വിളിച്ചുകൊണ്ട്, സാരിയവും നിങ്ങൾ ധൃതി കാണിക്കണം, മത്സരിക്കണം, ഇലാ മഗ്ഫിറത്തിൻ, പാപമോചനത്തിലേക്ക്. ജീവിതത്തിൽ പാപങ്ങൾ വരും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പാപമുക്തരായ ആളുകൾക്കല്ല അള്ളാഹു സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. പാപങ്ങൾ ഉള്ളതോടുകൂടി അള്ളാഹു ആ പാപങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് അവസാനം പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ് പോലും അള്ളാഹു മനുഷ്യനിൽ വന്ന അന്യായങ്ങളും അനീതികൾക്കും പ്രതിക്രിയ നടത്തി മാത്രമേ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ, അതാരായാലും. അപ്പം ഞാൻ വിശദീകരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകളുള്ളവരാണ്. അതുകൊണ്ട് നമുക്കൊരു തോന്നലുണ്ടാവും, അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, ഞാനൊക്കെ മരിച്ചാൽ എന്തായാലും നരകത്തിലായിരിക്കും. കാരണം അത്രമാത്രം റെക്കോർഡിങ്, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അതാണ് പറഞ്ഞത്, അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മലക്കുകൾ റെക്കോർഡ് ചെയ്യും, നമ്മുടെ സ്വന്തം അവയവങ്ങൾ റെക്കോർഡ് ചെയ്യും, ഭൂമി റെക്കോർഡ് ചെയ്യും. അതെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മളെല്ലാം മഹാപാപികളായി മാറും. അതുകൊണ്ട് സ്വർഗപ്രവേശനം ഒരിക്കലും നമുക്കുണ്ടാവുകയില്ല എന്നൊരു ധാരണ സ്വാഭാവികമായും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാവാം. അവിടെയാണ് അള്ളാഹു ഇടപെടുന്നത്. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നു, സാരിഉ ഇലാ മഗ്ഫിറ, നിങ്ങൾ പാപമോചനത്തിലേക്ക് മത്സരിച്ച് ധൃതി കാണിക്കണം. എന്തിനാ പാപമോചനം നടത്തുന്നത്? തെറ്റുകളുണ്ടായതുകൊണ്ടാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിങ്കലുള്ള പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കണം. വ ജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. അപ്പോൾ പാപമോചനം കഴിഞ്ഞാൽ, പാപമോചനം നമ്മൾ ചോദിച്ചു, പാപമോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്.
അതുകൊണ്ടാണ് വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. എന്നിട്ട് ആ സ്വർഗത്തെ പറ്റി അള്ളാഹു പറയുന്നു, അർളുഹ സമാവാത്തി വൽ അർള്, ഭൂവനങ്ങളുടെ വിസ്തൃതിയുള്ള, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിസ്തൃതിയുള്ള സ്വർഗലോകമാണ്. അത് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് ഉഇദ്ദത്തുൽ മുത്തഖീൻ. അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. സൂക്ഷ്മാലുക്കളായ ആളുകൾക്കാണ് അള്ളാഹു ആ സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മളോട് മത്സരിക്കാൻ പറയുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നാം ചെയ്യേണ്ടുന്ന മത്സരം അവിടെയാണ്. അത് നിർവഹിക്കുമ്പോൾ അതിനിടയിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അന്യായങ്ങളും അനീതികളും ഒക്കെ വരാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹു പറയാണ് ആരാണ് മുത്തഖീങ്ങൾ, അവരെ വിശദീകരിക്കുകയാണ് തുടർന്നുകൊണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷമുള്ള സമയത്തും കഷ്ടപ്പാടുകളുള്ള സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആവശ്യമായ വിഷയങ്ങൾക്ക് ധനം ചെലവഴിക്കും. സാധാരണ ഒരുവിധം ആളുകൾ സന്തോഷാവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ കൊടുക്കും, അല്ലേ? പ്രയാസങ്ങളുണ്ടാകുന്ന സമയത്തോ എനിക്ക് തന്നെ പ്രയാസം, അപ്പം തൽക്കാലം ആർക്കും ഞാൻ ഒന്നും കൊടുക്കൂല അറിയും. പക്ഷെ മുത്തഖീങ്ങളല്ല, അവർ ഫിസ്സറായി വല്ലറാ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ. വളരെ സന്തോഷമുള്ള അവസ്ഥയിലും എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളുള്ള സമയത്തും ആവശ്യമായ വിഷയങ്ങൾക്ക് ധനം ചെലവഴിക്കും. പിന്നെ വൽ കാലിമീനൽ ഗൈദ്, മുത്തഖീങ്ങളുടെ അടുത്ത പ്രത്യേകത, അവർ ദേഷ്യം വന്നാൽ അത് അടക്കി വെക്കും. അത് ആരോടായിരുന്നാലും, ഭാര്യയോടായിരുന്നാലും സുഹൃത്തുക്കളോടായിരുന്നാലും കുടുംബത്തോടായിരുന്നാലും അയൽപ്പക്കത്തോടായിരുന്നാലും ഉള്ളിൽ നമുക്ക് പല കാരണങ്ങളാലും ദേഷ്യം വരാം. പക്ഷെ ആ ദേഷ്യം എന്ത് ചെയ്യില്ല, പുറത്ത് കാണിക്കില്ല. വൽ കാലിമീനൽ ഗൈദ്, കോപം അടക്കി വെക്കുന്നവരാണ്. പിന്നെ വൽ ആഫീൻ അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് നമ്മളുടെ നേരെ തെറ്റുകൾ വരുമ്പോൾ മാപ്പ് കൊടുക്കും. അത് മുത്തഖീങ്ങളുടെ അടയാളം. ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, ഒന്ന് സന്തോഷാവസ്ഥയിലും സന്താപാവസ്ഥയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആവശ്യമായ ധനം ചെലവഴിക്കും, കോപം മറച്ചുവെക്കും, ആളുകൾക്ക് മാപ്പ് നൽകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് മുത്തഖീങ്ങൾ. ഇത് പറഞ്ഞ ശേഷം അല്ലാഹ് പറയാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇത്തരം സദ്വൃത്തന്മാരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞ ശേഷം വീണ്ടും അള്ളാഹു പറയാണ് വല്ലദീന ഇദാ ഫഅലു. ഈ മുത്തഖീങ്ങളുടെ ഭാഗത്ത് തന്നെ ചിലപ്പോഴൊക്കെ ഫാഹിഷത്ത്, നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ വന്നുപോകും. നമുക്ക് ഭയങ്കര സമാധാനം കേട്ടോ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അനീതി വരും, അല്ലേ? അക്രമങ്ങൾ വരും. സ്വന്തത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ടുള്ള ദുൽമുകൾ വരാം സ്വന്തത്തോട്. അപ്പോഴൊക്കെ എന്തുണ്ടാവും? ദക്കറുള്ള, അള്ളാഹുവിന് ദിക്ർ ചെയ്യും. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും, പൊറുക്കലിനത്തോടും. അപ്പോഴോ അല്ലാഹ് പറയാം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. നിങ്ങളടുത്ത് എത്ര പാപം വന്നാലും അത് പൊറുക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാ ഉള്ളത്? സന്തോഷം നൽകുകയല്ലേ. എത്ര തെറ്റ് വന്നാലും ആ തെറ്റ് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു പൊറുക്കും. അപ്പം നമ്മൾ മുത്തഖീങ്ങളിൽ പെടും. അപ്പം മരണപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എണ്ണിയാൽ ഒതുങ്ങാത്ത പാപങ്ങളും കുറ്റകൃത്യങ്ങളും വന്നു പോയിട്ടുണ്ട്, ഇനി എനിക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന നിരാശ വേണ്ട. അള്ളാഹു പറയുന്നു യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് എണ്ണിയാൽ ഒതുങ്ങാത്ത പാപങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്തവരോട് പറഞ്ഞേക്കൂ ലാ തഖ്നതു മിൻ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു അവരെ മാറ്റി നിർത്തൂല. നമ്മളൊക്കെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഒറ്റക്ക് നിൽക്കുമല്ലേ, ഇതുവരെ വന്നുപോയ തെറ്റുകളും പാപങ്ങളൊക്കെ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പറഞ്ഞു, ഒരു കേസുമായി ബന്ധപ്പെട്ടു. നമുക്കറിയാം ആ കേസ് എന്താണെന്ന്. സുലൈഖ ബീവിയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. ആ കേസ് വിസ്താരത്തിന് വെച്ചപ്പോൾ സുലൈഖ പറഞ്ഞതായിട്ടും യൂസുഫ് നബി പറഞ്ഞതായിട്ടും മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒമാ ഉബരിയു നഫ്സി, എൻ്റെ നഫ്സ് കുറ്റമുക്തനാണെന്ന് ഞാൻ പറയില്ല. അന്ത്യത്തൊക്കെ വരാം. ഒമാ ഉബരിയു നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ. മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് എൻ്റെ നിങ്ങളുടെയൊക്കെ ചാൻസ് കിട്ടിയ അപ്പം തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ഒമാ ഉബരിയു നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി.
റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചവരെ ഒഴികെ. കാരുണ്യം ലഭിക്കാത്ത എല്ലാവർക്കും തെറ്റുകൾ നിരന്തരമായി വരും. റബ്ബിൻ്റെ അപ്പം നമ്മൾ പേടിയാവും, കാരുണ്യം എനിക്ക് കിട്ടിയണോ? അതുകൊണ്ടല്ലേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂമ്പാരായി കൂട്ടിയത്. പ്രായപൂർത്തി എത്തിയത് മുതൽ ഈ സമയം വരെ, എൻ്റെ ഈ ഖുത്ബ കേൾക്കുന്നത് വരെ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തിന്മകൾ ഒരുപാടുണ്ട്. ആ തിന്മകളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹിനെ ഓർത്തുകൊണ്ട് ദക്കറുള്ള ആദ്യം ചെയ്യേണ്ട അള്ളാഹുവിന് അദ്കാറുകൾ നിർവഹിക്കും. എന്നിട്ടോ ഫസ്തഗ്ഫിറൂ ദുനൂബിഹിം, പാപങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. നിങ്ങൾ അങ്ങനെ പൊറുക്കലിനെ തേടുമ്പോൾ നിങ്ങൾക്ക് നിരാശ വേണ്ട. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരുണ്ട് നിങ്ങളുടെ പാപം പൊറുക്കാൻ? ആരും പൊറുക്കാൻ ഇല്ല, വേറെ ആരും. അള്ളാഹു പുറത്തു വരും. അത് അള്ളാഹു തീർത്തു പറയാം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, എത്ര തെറ്റ് വന്നാലും ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ മാറ്റി നിർത്തൂല, എത്ര തെറ്റ് വന്നാലും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, എത്ര നീചമായ നികൃഷ്ടമായ അക്രമങ്ങൾ വന്നാലും ദക്കറുള്ള അള്ളാഹിനെ ഓർക്കുകയും ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അള്ളാഹിനോട് പാപങ്ങൾക്ക് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു മാപ്പ് തരും. എന്നാലോ വലം യുസിറു അലാ മാ ഫഅലു, ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കൂല. ആ തെറ്റ് തനിക്ക് ബോധ്യപ്പെട്ടാൽ ആ തെറ്റിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യും. അത് ന്യായീകരിക്കുകയും അത് ഞാൻ അങ്ങനെ വന്നു പോയതാണ് ഇങ്ങനെ വന്നു പോയത് ന്യായീകരിച്ച് ശാഠ്യത്തിൽ നിൽക്കൂല. അതാണ് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവർക്ക് കാര്യം ബോധ്യപ്പെട്ടത് മുതൽ അവർ ഇസ്തിഗ്ഫാർ ചെയ്യും, ഒരിക്കലും ന്യായീകരിക്കൂല. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് റബ്ബിൻ്റെ മുമ്പിൽ 100% ഏറ്റു പറഞ്ഞുകൊണ്ട് പടച്ചോനെ വന്നുപോയി, വിവരമില്ലാത്തത് കൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ വികാരം കൊണ്ട് വന്നുപോയതാണ്, പടച്ചോനെ നീ എനിക്ക് മാപ്പ് തരണം, എന്നെ നീ പരലോകത്ത് അള്ളാഹുവെ വഷളാക്കരുത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ പ്രാർത്ഥിച്ചില്ല, റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, പടച്ചോനെ പുനരുദ്ധാന നാളിൽ നീ എന്നെ നരകത്തിലിട്ട് വഷളാക്കരുത്. ആരാ പറയുന്നത്? ഖലീലുള്ള. റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചു. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളും മുതലുകളും ഉപകരിക്കാത്ത ദിവസമാണ് പടച്ചോനെ പരലോകം. എത്ര പണമുണ്ടായാലും പ്രായശ്ചിത്തം കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥലമാണ് പരലോകം. മക്കൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹു പലയിടങ്ങളിലും വിശദീകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ദിവസമാണ്. പിന്നെ എന്തിനാ എവിടെ ആർക്കാ രക്ഷ ഉണ്ടാകുക? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിർദോഷമായ മനസ്സോടുകൂടി. ദോഷം ചെയ്യാത്ത മനസ്സെന്നല്ല, ദോഷം വന്നു പോയാൽ അപ്പം തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അങ്ങനെ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു മാപ്പ് തരും. എന്നിട്ട് അതാ പറയാം, അറിഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ തെറ്റിൽ ഉറച്ചു നിൽക്കൂല. ഉലായിക്ക ജസാഉഹും മഗ്ഫിറ, അവർക്കുള്ള പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ പാപമോചനം. ഇപ്പോൾ പാപമോചനം ആർക്കാ കിട്ടുക? തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിൽ ഉറച്ചു നിൽക്കാത്തവർക്ക് കേട്ടോ. ഉലായിക്ക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വ ജന്നാത്തുൻ, സ്വർഗത്തോപ്പ് അവർക്കുള്ള. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പും അവർക്കുള്ള. അപ്പോൾ തെറ്റ് വരാത്തവർക്കുള്ളതല്ല. പാപം ചെയ്യാത്തവർക്ക് മാത്രമാണോ സ്വർഗം? അല്ല, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലല്ല. പാപം വന്നവർക്കും സ്വർഗമുണ്ട് കേട്ടോ. എന്നിട്ടല്ല പറഞ്ഞെന്താ അറിയോ? ഖാലിദീന ഫിഹ, വല്ലാത്ത ശാശ്വതമായൊരു ഭവനമാണത്. നിഅമ അജ്റുൽ ആമിലീൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവർക്ക് എത്ര അനുഗ്രഹീതമായ സ്വർഗമാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് സൂറത്ത് ആലി ഇംറാനിൽ അള്ളാഹു വിശദീകരിച്ചത്. എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ കോടതിയിൽ വന്നാൽ ആദ്യം എത്തുക നരകത്തിലാണ്. ഏത് സ്വർഗസ്ഥനായാലും സ്വർഗത്ത് പോകേണ്ട എല്ലാ ആളുകളും സ്വർഗത്ത് പോണതിൻ്റെ മുമ്പൊന്ന് നരക കവാടത്തിൽ വരണം. അത് ഖുർആൻ പറയുന്നുണ്ട്. അത് അള്ളാഹു പറഞ്ഞെങ്ങനെ? സൂറത്ത് മറിയമിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാവും ഒയും മിൻകും ഇല്ലാ വാരിദുഹ ഇല്ലാ കാനാല റബ്ബിക ഹത്തുമം മക്ലിയ. ഒയും മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിലുള്ള ഓരോരുത്തരും, അതിൽ ആരും ഒഴിവല്ല. ഒയും മിൻകും ഇല്ലാ വാരിദുഹ, നരക കവാടത്തിൽ വരാത്തവരായ ആരും ഉണ്ടാവില്ല. കാനാല റബ്ബിക ഹത്തുമൻ, അത് അള്ളാഹുവിൻ്റെ ന്യായമായ വിധിയാണ്. മക്ലിയൻ, അള്ളാഹുവിൻ്റെ തീരുമാനവുമാണ്. അള്ളാഹുവിൻ്റെ ന്യായമായ വിധിയും തീരുമാനവുമാണെന്ത്? എല്ലാവരും നരകത്തിൻ്റെ അവിടെ വരിക. എന്താ കാരണം? പാപികളായ ആളുകൾ പോകേണ്ട നരകം കണ്ടതിന് ശേഷം വേണം സ്വർഗസ്ഥനായ
എൻ്റെയും നിങ്ങളുടെയും അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിലേക്ക് കടക്കാൻ. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ വില അറിയൂ. അതിന് അള്ളാഹുവിൻ്റെയും എല്ലാവരെയും നരക കവാടത്തിൽ കൊണ്ടുവരും. എന്നിട്ട് പറയാ സുമ്മ നുനജ്ജില്ലദീന തഖൗ, പിന്നെ അള്ളാഹു തഖ്വയോടുകൂടി ജീവിച്ച ആളുകളെ ആ നരകത്തിൽ രക്ഷിക്കും. അള്ളാഹ് രക്ഷിക്കും. എങ്ങനെ? ഇസ്തിഗ്ഫാർ കൊണ്ട് കേട്ടോ. പിന്നെ വനദറുല്ലാലിമീന ഫീഹാ ജിസിയ, എന്നിട്ടും അള്ളാഹു എത്ര മാപ്പ് കൊടുത്തിട്ടും തിന്മ ബാക്കിയായ അക്രമികൾ മുട്ടുകുത്തിയിട്ടാണ് നരകത്തിലേക്ക് തള്ളിയിടുക. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ വിശ്വാസികളായ ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തും. എവിടെ വെച്ച്? നരക കവാടത്തിൽ വെച്ച്. എല്ലാവരും നരക കവാടത്തിൽ വരും. എന്നാൽ നരക കവാടത്തിൽ വെച്ച് അള്ളാഹു മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു. യഖ്ലുസുൽ മുഅ്മിനൂന മിനന്നാർ, നരകത്തിൽ നിന്ന് വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തും. ഫയുഖ്ലസൂന അലാ ഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു സിറാത്തുണ്ട്, ഒരു പാലമുണ്ട്. അവിടെ അള്ളാഹു തടഞ്ഞു നിർത്തും. അതാ പറയുന്നത്. എന്നിട്ടോ ഫയുഖ്ലസൂന, അവിടെ തടഞ്ഞു നിർത്തും. അലാ ഖന്തറ, ഒരു ഖന്തറത്തിൽ. ഖന്തറത്ത് പറഞ്ഞ സിറാത്താണ്, ഒരു പാലമാണ്. അതെവിടെയുള്ളത്? ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു ഖന്തറത്തിൽ അള്ളാഹു തടഞ്ഞു നിർത്തും. എന്നിട്ടോ അതിനെ തടഞ്ഞു നിർത്തി ഫയുഖസ്സു മിൻ ബഅലിഹിം ലി ബഅലിൻ മളാലിമിൻ കാനത്ത് ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് നമ്മൾ പരസ്പരം, നമ്മൾ ഓരോരുത്തരും, അള്ളാഹിനോടല്ല, നമ്മൾ ഓരോരുത്തരും പരസ്പരം ചെയ്ത അന്യായങ്ങൾക്ക് പ്രതിക്രിയ നടത്തുള്ള. എവിടെ നിർത്തിയിട്ട്? നരകത്തിൻ്റെ സിറാത്തിൽ നിർത്തിയിട്ട്. ആ സിറാത്തിൽ നിർത്തിയിട്ട് എന്നിട്ട് അങ്ങോട്ട് കടത്തുള്ളൂ. എന്തെല്ലാം അന്യായം, വളരെ നിസ്സാരമായ അന്യായങ്ങൾക്ക് പോലും കിസാസ് നടത്താണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് ആരും വിടൂല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ സംസാരം കൊണ്ടാവാം, നോട്ടം കൊണ്ടാവാം, ഒരു കൈച്ചൂണ്ടൽ കൊണ്ടാവാം. നമ്മൾ നമ്മളെ ഉമ്മാനോടോ മാതാപിതാക്കളുടെ നേരെയോ ഒന്ന് കൈചൂണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ കൽബ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനവിടെ പ്രതിക്രിയയുണ്ട്. ബാക്കി എല്ലാ ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട്. സ്വർഗത്ത് കടക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കയ്യിലുണ്ട്. പക്ഷേ അള്ളാഹു തടഞ്ഞു നിർത്തും. എവിടെ? നരക കവാടത്തിൽ. എന്നിട്ടോ പ്രതിക്രിയ നടത്തും. ഇപ്പം നമ്മൾ ആവശ്യമില്ലാതെ ആളുകളോട് ശണ്ട കൂടുമ്പോഴൊന്നും അറിയില്ല, ഇതൊന്നും റെക്കോർഡായി അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വർഗ കവാടത്തിന് തടസ്സം വരും. അവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ട് അതിനുള്ള പ്രതിക്രിയ നടത്തിയതിന് ശേഷം അള്ളാഹു വിടുകയുള്ളൂ. അത് കഴിഞ്ഞാലോ ഹത്തായിദ ഹുദ്ദിബു ഒ നുക്കു, അങ്ങനെ ഈ മനുഷ്യന്മാരെ സംസ്കരിക്കപ്പെടുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉദിനലഹും ഫി ദുഖൂൽ ജന്ന, എന്നതിന് ശേഷം അവർക്ക് ഉദിനലഹും, അവർക്ക് അനുമതി ലഭിക്കപ്പെടും ഫി ദുഖൂൽ ജന്ന, സ്വർഗപ്രവേശനത്തിന്. സ്വർഗപ്രവേശനത്തിന് അപ്പോഴേ അനുമതി കിട്ടുള്ളൂ കേട്ടോ. എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞതിന് ശേഷം സഹാബത്തിന് ഓതി കൊടുത്തൊരു ആയത്ത് കൂടി കേട്ടോളൂ നിങ്ങൾ. സൂറത്ത് ഹിജ്റിൽ അള്ളാഹു പറയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ അരുവികളിലും സ്വർഗത്തോപ്പിലുമാണ്. അവിടെ അവർ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ സമാധാനത്തിൻ്റെ ഉദ്ഖുലൂഹാ ബി സലാമിൻ ആമിനീൻ, മലക്കുകൾ പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിർഭയരായി സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. അങ്ങനെ പ്രവേശിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ഉണ്ടാകുക? കിസാസ് നടത്തും, പ്രതിക്രിയ. നമ്മൾ ചെയ്ത ഓരോ തെറ്റുകൾക്കും, അണു അളവ് തെറ്റുകൾക്ക് ഒരു വാക്കുകൊണ്ട് പോലും, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയാൻ കാരണം, അതവിടെ വെച്ച് പിടിക്കും. എന്നിട്ട് അള്ളാഹ് പറയാ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല് ഇഖ്വാന വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന, ഓരോരുത്തരുടെയും നെഞ്ചകത്തുള്ള പകയും വിദ്വേഷവുമൊക്കെ ആ പാലത്തിൽ നിർത്തിയതിന് ശേഷം ഊരിക്കളയല്ല, നാം ഊരും. നസൈന, നാം ഊരിക്കളയും. മാഫി സുദൂരിയും, അവരുടെ ഹൃദയങ്ങളിലുള്ള മിൻ ഗില്ലിൻ, പക, വിദ്വേഷം, അസൂയ. നമ്മൾ ഓരോരുത്തരോട് പക വെക്കാറില്ലേ? പക വെച്ചാൽ നമ്മളെ ഭാഷ മാറൂലേ? അതൊക്കെ അവിടുന്ന് കഴിഞ്ഞിട്ടേ വിടുള്ളൂ. ആ പകയോട് കൂടിയിട്ടുള്ള കുറേ ആൾക്കാർ സ്വർഗത്തിലുണ്ടാവില്ല. ഇപ്പം ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന എങ്ങനെ? ഒരാളുടെ അസൂയുണ്ട്, ഒരാളുടെ പകയുണ്ട്, ഒരാളുടെ വിദ്വേഷമുണ്ട്, ഒരാളുടെ വെറുപ്പുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നന്നായി അഭിനയിക്കും അല്ലേ? സ്നേഹമുള്ളമാതിരി അല്ലേ? പക്ഷെ അവിടെ അതല്ല. അവിടെ സ്വർഗത്ത് കയറുന്നതിന് മുമ്പ് ഇതെല്ലാം ഊരിക്കളയും. കൽബിന്ന് ഊരല്ല, എന്നിട്ടേ കേട്ടു. അതല്ല പറയുന്നത് വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, എന്നിട്ടോ ഇഖ്വാന, ഏകോദര സഹോദരന്മാരാക്കിയിട്ടേ കേട്ടുള്ളൂ.
എന്നിട്ടോ അലാ സുറുറിൻ മുത്തഖാബിലീൻ. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ അഭിമുഖമായി ഇരുന്നു കൊണ്ട് സ്വർണത്തിൻ്റെ കട്ടിലുകളിൽ ഇരുന്ന് സംസാരിക്കും. ആര്? അതിൻ്റെ അകത്ത് കയറിയൊരു സ്വർണത്തിൻ്റെ കട്ടിലുകളിലാണ് സ്വർഗീയ ഭക്തന്മാരായ ആളുകൾ കഴിച്ചു കൂട്ടുക. അവിടെ വെച്ചവർ പരസ്പരം എല്ലാ കാര്യവും പറഞ്ഞു തീർത്തിട്ട് അങ്ങോട്ട് കയറ്റിയത്. ഒരു ചെറിയ പകയുണ്ടെങ്കിൽ അതുപോലും ബാക്കി വെക്കാണ്ടാണ് അകത്തേക്ക് കയറ്റുക. അപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു പരിശുദ്ധി ആലോചിക്കുകയുള്ളൂ. എന്നിട്ട് അല്ല പറയാ എന്താണ് നമ്മൾ സംസാരിക്കുക അവിടുന്ന്, അതും കൂടി അല്ല പറഞ്ഞു. സൂറത്ത് തൂറിൽ അല്ല പറയുന്നു, വഅഖ്ബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതസാഅലൂൻ. അവർ പരസ്പരം അഭിമുഖമായിരുന്നു സംസാരിക്കും. ഖാലു, ആ സംസാരത്തിൽ അവർ പറയും, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. ഈ സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കാൻ കാരണം ഇന്നാ കുന്നാ ഖബൽ, മരണത്തിൻ്റെ മുമ്പ് നമ്മളായിരുന്നു, ഫീ അഹ്ലിന, നമ്മളുടെ കുടുംബത്ത്, മുസ്ഫിഖീൻ, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അതതിനെ ഇപ്പോൾ ഇവിടെ കിടക്കാൻ കാരണം. കുടുംബത്ത് ജീവിക്കുമ്പം അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയില്ല. കാരണം എല്ലാവരുടെയും പ്രസ്സിങ് ഉണ്ടാവും അല്ലേ? പല തെറ്റുകൾക്കും നമ്മളെ ഭാര്യ കൂട്ടുക്കല്ലേ, പല തെറ്റും ഭാര്യ ചെയ്യുമ്പോൾ ഭർത്താവ് കൂട്ടുക്കല്ലേ, പല തെറ്റും ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കല്ലേ, പല തെറ്റും ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാർ ചെയ്യിക്കല്ലേ ഇല്ലേ? ഇതൊന്നും ആയിരുന്നില്ല നമ്മളെ പണി. നമ്മൾ ആരായിരുന്നു? ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. ഭൂമിയിൽ ജീവിച്ച നാളിൽ കുടുംബത്തിലുള്ള ജീവിതകാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ, അതുകൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പരസ്പരം അഭിമുഖമായിരുന്നു സംസാരിക്കുന്ന വിഷയം അത്. പിന്നെ വവഖാന അദാബസ്സമൂം, അള്ളാഹു രോമകൂപ്പങ്ങളിലേക്ക് തുളച്ചു കയറുന്ന നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ചർച്ച അവിടെ, സ്വർഗത്തിലെ ചർച്ച. വവഖാന അദാബസ്സമൂം. എന്നിട്ട് പറയുന്നെന്താ? ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഊഹു, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ അള്ളാഹിനോടല്ലാതെ വേറെ ആരും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അടുത്ത കാരണം സുഹൃത്ത് കിടക്കാൻ്റെ അടുത്ത കാരണം, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആളിലെ അള്ളാഹിനോടല്ലാതെ ഇസ്തിഗ്ഫാർ ചോദിച്ചില്ല. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും പരലോകം രക്ഷപ്പെടുത്തും വിശ്വസിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ വിശ്വസിക്കുന്ന എത്ര ആളുണ്ട് അറിയോ? പരലോകത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാത്ത ഒരുപാട് ആളുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഇവിടുത്തെ നമ്മളുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഓരെന്താ പറയുന്നത് അറിയോ? എൻ്റെ മുരീദാരും നരകത്തിലല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞിട്ടുണ്ട്. മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ നരകത്തിലില്ല, നരകത്തെ കാക്കണം മലക്ക് വന്നിട്ട് മൊയ്തീൻ ഷേഖിനോട് പറഞ്ഞിരുന്നു. അത് വിശ്വസിക്കുന്നില്ല. പിന്നെ എൻ്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ, മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുരീദന്മാരാരും മോശ ആണെങ്കിൽ, നല്ലവരല്ലെങ്കിൽ, എപ്പോഴും നല്ലവർ ഞാനെന്ന് ചൊന്നും. ഞാൻ അള്ളഹാനോട് പറയും ഇവരൊക്കെ നല്ലോല പഠിച്ചോനെ. അപ്പം അല്ല പൊട്ടനായിട്ട് എന്നാൽ കയറിക്കോട്ടെ സ്വർഗത്തിൽ നിന്ന്. ഏത് തെറ്റ് പോലും, ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് പോലും ഹത്തായിദ ഹുദ്ദിബുവോ നുക്കു, ശുദ്ധീകരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഉദ്ഖുലൂ ഫിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ആ നിലക്കുള്ള അവസ്ഥയിലാണ് അവിടെ ഉള്ള അവസ്ഥ. അതുകൊണ്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വർഗം പാപങ്ങൾ ചെയ്യാത്തവർക്ക് അള്ളാഹു ഒരുക്കിയതല്ല. പാപം ജീവിതത്തിൽ വരാം. അതൊക്കെ വരുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി ദിക്റുകളും ഔറാദുകളും വർദ്ധിപ്പിച്ച് അതെല്ലാം മായ്ച്ചു കളയണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറ്റൊരായത്തിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെ കേട്ടോളൂ. പറയാം, അള്ളാഹു പറയുന്നത് നമ്മളുടെ എല്ലാ മനസ്സിലുള്ള വികാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നമ്മളുടെ സ്വർഗത്തിൽ കടത്തുന്നത്. അവിടെ അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഒമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹൻ, സൂറത്ത് തഗാബുനിൽ, ഒമൻ യുഅ്മിൻ ബില്ലാഹ്, ഭൂമിയിൽ ജീവിക്കുന്ന ആളിൽ അള്ളാഹിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും വയഅമൽ സാലിഹൻ, സൽക്കർമ്മനിരതമായി ജീവിക്കുകയും ചെയ്തു. എന്നാലോ യുക്കഫിർ അൻഹു സയ്യാത്തി, അവൻ്റെ തിന്മകൾ മായ്ച്ചു കളയും അള്ളാഹ്. ഈമാനും അമൽ സാലിയാത്തും കയ്യിലുണ്ടെങ്കിൽ വന്നു പോകുന്ന തെറ്റുകളൊക്കെ അള്ളാഹ് മായ്ച്ചു കളയുന്നു. യുക്കഫിർ അൻഹു സയ്യാത്തി വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ എന്നിട്ട് പ്രവേശിപ്പിക്കും. ആരെ? ഇത് മായ്ച്ചു കളഞ്ഞിട്ട്. ആരെ? നമ്മളടുത്ത് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളില്ലേ, മാപ്പ്, അതൊക്കെ അല്ല മായ്ച്ചു കളയും. നമ്മളടുത്ത് ഇല്ലാത്ത മാതിരിയാക്കും. മായ്ക്കുക എന്നുള്ളതാണ്, ഇല്ലാണ്ടാക്കുക കേട്ടോ. വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. എന്നിട്ട് പറഞ്ഞിട്ട് അല്ല പറയാ,
ആ ഒരു അവസ്ഥ നമുക്ക് കിട്ടണം. അതാണ് ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. ആലോചിച്ച് നോക്കൂ, മനസ്സിൽ നിങ്ങളൊന്ന് വെറുതെ ഭാവന കണ്ടു നോക്കൂ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആദം നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള ഉമ്മത്ത് ഒത്തുകൂടിയ ആ മഹ്ശറയിൽ സ്വർഗപ്രവേശത്തിൻ്റെ വരിയിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും മാപ്പാക്കി തരുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മനസ്സിൻ്റെ അകത്ത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ ചെയ്യുന്ന തെറ്റുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ആ ഇസ്തിഗ്ഫാർ സ്വീകരിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അള്ളാഹു സൂറത്ത് സുമറിൽ പറയുന്ന ഒന്നുകൂടി കേട്ടോളി. ലിയുകഫിർ അല്ലാഹു അൻഹും, അള്ളാഹു മുത്തഖീങ്ങളായി ജീവിക്കുന്ന ഈമാനും അമലുസാലിയാത്തുമായി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, അന്യായങ്ങൾ, തിന്മകൾ, അത് ലിയുകഫിർ അല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് മാപ്പാക്കും. ഏത് മാപ്പാക്കുന്ന പറഞ്ഞാൽ അസ്വല്ലദി അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നീചമായ, അസ്വ എന്ന് പറഞ്ഞാൽ അത്രയും സുഹാൻ ഉണ്ടാവില്ല, അത്രയും അസ്വല്ലദി അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നീചമായ പ്രവർത്തനങ്ങൾ അള്ളാഹു മാപ്പാക്കും. എന്നിട്ടോ വയജ്സിയഹും അജ്റഹും, എന്നിട്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കും. ബിഅഹ്സൻ ലദീ കാനൂ യഅമലൂൻ, അവർ മരിക്കുന്നവരെ ചെയ്ത നന്മകൾ അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ ചെയ്തെല്ലാം അള്ളാഹു മാപ്പാക്കും. ആ വിഭാഗത്തിൽ ഉൾപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ലേ? ഇത് കേൾക്കുമ്പോഴെങ്കിലും അള്ളാഹു നമ്മെ എല്ലാം ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ആശുപത്രിയിലും മഹാരോഗങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ രോഗികൾക്കിടയിലേക്ക് വാനമിറങ്ങുകയും അള്ളാഹു അവർക്ക് ആവശ്യമായ സമ്പൂർണമായ ശിഫ നൽകി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ബദ്ധശത്രുക്കളായ ജൂതന്മാരുടെ കരങ്ങളാൽ ഫലസ്തീൻ മക്കളെ രക്തത്തിന് അള്ളാഹു പകരം ചോദിച്ചുകൊണ്ട് അവർക്ക് സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ അവരെത്തുമ്പോൾ ശുഹദാക്കന്മാരുടെ പട്ടികയിൽ അള്ളാഹു ഫലസ്തീൻ മക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ സമയവും റബ്ബിനോട് പ്രാർത്ഥിക്കണം. കാരണം ചെറിയ ചെറിയ കുഞ്ഞു മക്കളെ കൊന്നു തീർക്കുന്ന ജൂതന്മാർ, അതിനൊത്താശ പാടുന്ന ക്രിസ്ത്യാനികൾ, സങ്കടം തോന്നിപ്പോവും. പക്ഷെ നമ്മളുടെ സങ്കടത്തെക്കാൾ ഉപരി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക, നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിരന്തരമായ എല്ലാ സമയത്തും റബ്ബിനോട് ദുആ ചെയ്യുക കേട്ടോ. ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വിഷയം പറഞ്ഞു. കവാടത്തിൽ തടയപ്പെടും അല്ലേ? ആ എന്തിനാ തടയുന്നത്? നമ്മൾ ചെയ്തു പോയ അന്യായങ്ങൾ, അനീതികൾ, തിന്മകൾ നമ്മൾ പരസ്പരം വാക്കുകൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, അതൊക്കെ കിസാസ് നടത്തിയിട്ട് അങ്ങോട്ട് വിടുകയുള്ളൂ സ്വർഗത്തിൽ അല്ലേ. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാരാ ഞങ്ങൾ? ഈ ലോകത്ത് അള്ളാഹു മഹ്ശർ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായി ഉടുതുണിക്ക് മറുതുണി സ്വർഗത്തിൽ കൊടുക്കുക അള്ളാഹു ഇബ്രാഹിം നബിക്കുക. എന്നാൽ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം അത് റസൂൽ തന്നെ പറയാം, ആത്തി ബാബൽ ജന്ന, ഞാൻ സ്വർഗ കവാടത്തിൽ വരും. ഫസ്തഫ്തിഹു, ഞാൻ സ്വർഗ കവാടം തുറക്കാൻ അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറയും. സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകളോട് അള്ളാഹിൻ്റെ പ്രവാചകൻ പറയും കവാടം തുറക്കാൻ. ഫയഖൂലു ലി അൽ ഖാസിൻ, അപ്പോൾ കവാടത്തിൽ പാറാവ് നിൽക്കുന്ന മലക്ക് എന്നോട് ചോദിക്കും, മൻ അൻത, നിങ്ങൾ ആരാണ്? മലക്കിനറിയില്ലോ വന്നതാരാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞില്ലേ, നമ്മൾ മുഹമ്മദിന് ഒറ്റയ്ക്ക് പറയാൻ പാടില്ലാത്തോണ്ട് മുഹമ്മദ് നബി പറഞ്ഞു മുഹമ്മദ് എന്നാ. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ കവാടത്തിലുള്ള മലക്ക് പറയാണ്, ബിക്ക ഉമിർത്തു, താങ്കൾക്ക് വേണ്ടി
സ്വർഗ കവാടം തുറക്കാൻ അള്ളാഹു എന്നെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കവാടം ആദ്യമായി തുറക്കും. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാലാണ് വിശ്വാസികളെ പ്രവേശിപ്പിക്കുക. ആദ്യം കയറുന്ന ആൾ പ്രവാചകൻ, അത് കഴിഞ്ഞാലോ വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് സുമറിൽ പറയുന്ന നോക്കുകൾ, വസീക്കല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നത്തി സുമറ. ഉണ്ടോ? വസീക്കല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകളെ നയിച്ചു കൊണ്ടുപോകും. ആര്? റബ്ബഹും, അവരുടെ റബ്ബിൻ്റെ സന്നിധാനത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് മലക്കുകൾ മുത്തഖീങ്ങളെ സുമറൻ, കൂട്ടം കൂട്ടമായിട്ട്. ഏതാ ഈ കൂട്ടമായിട്ട് പറഞ്ഞാൽ ഒന്നായിട്ട് അവിടെ മത്സരത്തിൽ വന്ന ആൾക്കാരെ അതിനെ ആട്ടി തെളിച്ച് കൊണ്ടുപോകുകയല്ല, താറാവിനെ കൊണ്ടുപോകുമ്പോൾ സ്വർഗത്ത് കൊണ്ടുപോകുന്നല്ല പറഞ്ഞത് കേട്ടോ. പിന്നെന്താ ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ നന്മയിൽ സഹകരിച്ച കൂട്ടം. നന്മയിൽ സഹകരിച്ച പല ആൾക്കാരുണ്ടാവും. അതൊരു ഓരോ കൂട്ടങ്ങളാണ്. പല സന്ദർഭങ്ങളിലും ഇപ്പോൾ നമ്മളെ നാട്ടിൽ ദുരന്തം വരുമ്പോൾ അവിടെ ആ ദുരന്തബാധിതരെ സഹായിക്കാൻ ഒത്തുകൂടിയ ഒരു കൂട്ടായ്മ ഉണ്ടാവും. ആ കൂട്ടായ്മ ഒരു കൂട്ടാണ് അല്ലേ. അതുപോലെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ച് അതൊരു കൂട്ടുണ്ടാവും. അവരും ഇതേമാതിരി സുമറായിട്ടാണ് പോവുക കേട്ടോ. അതുപോലെ തന്നെ ദിക്റുകൾ നിർവഹിച്ച, അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്ത, ജിഹാദിൻ്റെ, നമുക്കറിയാലോ സ്വർഗത്തിന് 8 കവാടാ അല്ലേ. ആ 8 കവാടങ്ങളിലേക്ക് ഓരോരുത്തരെയും വിളിക്കപ്പെടും. ഇപ്പം നമസ്കാരവുമായി സഹകരിച്ച ആളുകളുണ്ടാവും. പള്ളി നമസ്കാരം, അതിനുവേണ്ടിയുള്ള ഒത്താശ, വെള്ളം വെച്ചു കൊടുക്കൽ, ഒന്നുണ്ടാക്കാനുള്ള വെള്ളമായി കൊടുക്കൽ, അടിച്ചുകയൽ, തുടക്കൽ, ഇങ്ങനത്തെ പല പരിപാടികളുണ്ട് പള്ളിക്ക് അല്ലേ. അപ്പോൾ അവർ അഹ്ലുസ്സലാത്താണ്. അവർ നൂദി അലിസ്സലാത്ത്. സ്വർഗ കവാടത്തിൽ നമസ്കാരത്തിനൊരു കവാടമുണ്ട്, അതിലാണ് അവർ ക്ഷണിക്കപ്പെടുക. അതുപോലെ നോമ്പുകാർ, അവരെ നോമ്പിൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും. ജിഹാദിൻ്റെ, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുകയും അത് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ പ്രവേശിക്കുന്ന കവാടം ജിഹാദിൻ്റെ സ്വർഗ കവാടാണ്. അങ്ങനെ 8 സ്വർഗ കവാടത്തിലൂടെയും പ്രവേശിക്കും. ഈ 8 കവാടത്തിലൂടെയും പ്രവേശിക്കുന്ന ഒരാളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടോ. ഇത് റസൂലുള്ളാഹിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ എത്ര ഭാഗ്യമല്ലേ. ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ സ്വർഗം നമുക്ക് കിട്ടണം. അപ്പോൾ വസീക്കല്ലദീന ഇത്തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ നയിച്ചു കൊണ്ടുപോകും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്, സുമറൻ, കൂട്ടമായി. അപ്പോൾ ഏതാ കൂട്ടം എന്ന് വെച്ചാലേ, അതിനുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ ജീവിക്കുന്നതിനെപ്പോൾ സംഘമായി ജീവിക്കുന്നത് അല്ലേ. ഇതെന്തിനായി സംഘം ചോദിക്കില്ല ചിലര് അല്ലേ. മുജാഹിദ്, സുന്നി, ജമാഅത്ത് ഓരോരുത്തരും സംഘം ചേർന്ന് നന്മയിൽ സഹകരിക്കാനാണ്. അതാണ് ആ കൂട്ടം കേട്ടോ. ഹത്തായിദ ജാഊഹ, അങ്ങനെ അവർ ആ സ്വർഗ കവാടത്തിലെത്തുമ്പോൾ, നയിച്ചു കൊണ്ടുപോയി സ്വർഗ കവാടത്തിലെത്തുമ്പോൾ, ഫുത്തിഹത്ത് അബുവാബു, ആ സ്വർഗത്തിൻ്റെ കവാടം തനിയെ തുറക്കും. നേരത്തെ മുഹമ്മദ് നബി തുറപ്പിച്ചു, ഇനി ഇവരെ കാണുമ്പോൾ തന്നെ സ്വർഗ കവാടം തുറക്കും. വഖാൽ ലഹും ഹസനത്തുഹ, സ്വർഗത്തിൻ്റെ പാറാവുകാർ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം വർഷിക്കട്ടെ. ആർക്ക്? ഈ സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് അള്ളാഹിൻ്റെ സമാധാനം. ഇനി മുതൽ നിങ്ങൾക്ക് സമാധാനക്കുറവില്ല. ഇവിടെ എന്തെല്ലാം സമാധാനക്കുറവല്ലേ. എത്ര സമാധാനമുള്ളവർക്ക്, എത്ര പൈസ ഉള്ളവർക്ക് എത്ര സമാധാനക്കുറവുണ്ട് ഇല്ലേ. പക്ഷെ അവിടെ എന്തില്ല, മലക്കുകൾ പറഞ്ഞാ സലാമുൻ അലൈക്കും. എന്താ കാരണം? തിബുത്തും, നിങ്ങൾ വിശിഷ്ട ജീവിതം നയിച്ചു. അതാ കാരണം. നിങ്ങൾ നയിച്ചത് വിശിഷ്ട ജീവിതമാണ്. അതുകൊണ്ടെന്ത് വേണം? ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതമായ സ്വർഗത്തിൽ സമാധാനത്തോടെ ശാന്തതയോടെ നിങ്ങൾക്ക് പ്രവേശിക്കാം. കാരണം നിങ്ങൾ വിശിഷ്ട ജീവിതം നയിച്ചവരാണ്. അതുകൊണ്ട് ആ വിശിഷ്ട ജീവിതം നയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുകയും അങ്ങനെ സ്വർഗ കവാടത്തിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ സ്വർഗ കവാടം തനിയെ തുറക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും, അന്യായങ്ങളും, കുറ്റകൃത്യങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹലായ ഫൗലോട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അള്ളാഹു മാപ്പ് നൽകി സ്വർഗപ്രവേശനം നൽകുന്നവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم لا تجعلنا مع القوم الظالمين.
اللهم لا تجعلنا مع القوم الظالمين اللهم اجعلنا مع الصالحين ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.